ഹായ് ഡിയർ ഫ്രണ്ട്സ്, മൈൻഡ് മിറർ വിത്ത് സമീറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ബന്ധങ്ങളിലെ വിശ്വാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. നോക്കൂ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളെക്കുറിച്ച് ചിന്തിക്കൂ. ആ വ്യക്തിയെ നിങ്ങൾ എന്തുകൊണ്ടാണ് സ്നേഹിക്കുന്നത്? അവർ നിങ്ങളെ ചിരിപ്പിക്കുന്നത് കൊണ്ടോ, അതോ നിങ്ങളെ കരുതുന്നത് കൊണ്ടോ? അതൊക്കെ കാരണങ്ങളാണ്. പക്ഷേ ഇതെല്ലാം നിലനിർത്തുന്ന ഒരു അദൃശ്യ ശക്തിയുണ്ട്. അതാണ് വിശ്വാസം. വിശ്വാസമില്ലാത്ത സ്നേഹം വേരില്ലാത്ത ഒരു മരത്തെ പോലെയാണ്. കുറച്ചു ദിവസം പച്ചയായി കാണാം, പക്ഷേ ഒരു കൊടുങ്കാറ്റ് വന്നാൽ ആദ്യം വീഴുന്നത് അതായിരിക്കും. ജീവിതത്തിൽ പണം നഷ്ടപ്പെട്ടാൽ വീണ്ടും സമ്പാദിക്കാം, ജോലി നഷ്ടപ്പെട്ടാൽ വീണ്ടും കണ്ടെത്താം. പക്ഷേ ഒരു ബന്ധത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ അത് തിരികെ നേടാൻ പലപ്പോഴും വർഷങ്ങൾ വേണ്ടിവരും. ഇനി എന്താണ് വിശ്വാസം എന്ന് നോക്കാം. വിശ്വാസം എന്നത് അവൻ എന്നെ ഒരിക്കലും വേദനിപ്പിക്കില്ല എന്ന ഉറപ്പല്ല, മറിച്ച് വേദനിപ്പിച്ചാലും അത് മനഃപൂർവ്വമല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നതാണ്. ഞങ്ങൾ സംസാരിച്ച് അത് പരിഹരിക്കാം എന്ന ആത്മവിശ്വാസമാണ്. സൈക്കോളജി പറയുന്നത് ഏറ്റവും സുരക്ഷിതമായ ബന്ധങ്ങൾ പരസ്പരം പൂർണ്ണരായ ആളുകൾക്കിടയിലല്ല, പിന്നെയോ പരസ്പരം സ്നേഹിക്കാൻ പഠിച്ച ആളുകൾക്കിടയിലാണെന്ന്. വിശ്വാസം എങ്ങനെയാണ് വളരുന്നതെന്ന് നോക്കാം. ഒരു ദിവസം കൊണ്ടല്ല, ഓരോ ചെറിയ പ്രവൃത്തിയിലൂടെയാണ് വിശ്വാസം വളരുന്നത്. പറഞ്ഞ വാക്ക് പാലിക്കുമ്പോൾ, സത്യം പറയുമ്പോൾ, തെറ്റ് ചെയ്താൽ സമ്മതിക്കുമ്പോൾ, രഹസ്യം സൂക്ഷിക്കുമ്പോൾ, കൂടെ നിൽക്കുമ്പോൾ, ഓരോ ദിവസവും വിശ്വാസത്തിന്റെ ചെറിയ ചെറിയ ഇഷ്ടികകൾ ചേർക്കപ്പെടുന്നു. ഇനി വിശ്വാസത്തെ തകർക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്രണ്ട്സ്, വലിയ വഞ്ചനകൾ മാത്രമല്ലട്ടോ, ചെറിയ കള്ളത്തരങ്ങൾ, വാഗ്ദാനങ്ങൾ പാലിക്കാതിരിക്കുക, വികാരങ്ങളെ പരിഹസിക്കുക, മറ്റൊരാളുടെ സ്വീകാര്യതയെ ബഹുമാനിക്കാതിരിക്കുക, തുടർച്ചയായി സംശയിക്കുക, ഇവയെല്ലാം വിശ്വാസത്തെ പതിയെ ദുർബലമാക്കും. ഒരു ഗ്ലാസ് നിലത്ത് വീണ് പൊട്ടുന്നത് പോലെ. പൊട്ടിയ ശേഷം ഒട്ടിക്കാം, പക്ഷേ പഴയതുപോലെ ആക്കാൻ സമയവും പരിശ്രമവും വേണം. ഇനി ബന്ധത്തിൽ എങ്ങനെ സുരക്ഷിതത്വം നമുക്ക് കണ്ടെത്താമെന്ന് നോക്കാം. ഒരു നല്ല ബന്ധത്തിൽ മനുഷ്യൻ ആദ്യം അനുഭവിക്കേണ്ടത് എനിക്ക് ഞാൻ ആയിരിക്കാം എന്ന സ്വാതന്ത്ര്യമാണ് കേട്ടോ. മുഖംമൂടി ധരിക്കാതെ, ഭയപ്പെടാതെ, വിധിക്കപ്പെടുമെന്ന ആശങ്കയില്ലാതെ മനസ്സ് തുറക്കാൻ കഴിയുന്നിടത്താണ് യഥാർത്ഥ വിശ്വാസം വളരുന്നത്. ഇനി നഷ്ടപ്പെട്ട വിശ്വാസം നമുക്ക് തിരികെ നേടാനാവുമോ എന്ന് നോക്കാം. ചിലപ്പോൾ കഴിയും, പക്ഷേ അതിന് 3 കാര്യങ്ങൾ ആവശ്യമാണ്: സത്യസന്ധത, ഉത്തരവാദിത്വം ഏറ്റെടുക്കൽ, പിന്നെ സമയം വേണം. വിശ്വാസം ആവശ്യപ്പെടാൻ കഴിയില്ല, അത് പ്രവൃത്തിയിലൂടെ വേണം അത് നേടിയെടുക്കാൻ. ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയ ആളുകൾ നമ്മളെ ഒരിക്കലും വിധിക്കാതെ കേൾക്കുന്നവരാണ്. നമ്മുടെ വിജയത്തിൽ കൈയടിക്കുകയും പരാജയത്തിൽ കൈപിടിക്കുകയും ചെയ്യുന്നവരാണ്. അവരാണ് നമ്മുടെ വിശ്വാസത്തിന്റെ സുരക്ഷിതമായ ഇടം. ഫ്രണ്ട്സ്, ഇന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങളെ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ ആ വിശ്വാസം ഒരിക്കലും തകർക്കരുത്. കാരണം സ്നേഹം മനുഷ്യരെ അടുത്തു കൊണ്ടുവരും, പക്ഷേ വിശ്വാസമാണ് അവരെ ഒരുമിച്ച് നിലനിർത്തുന്നത്. ഫ്രണ്ട്സ്, ഓർക്കുക, ഒരു ബന്ധത്തിലെ ഏറ്റവും മനോഹരമായ വാക്ക് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നല്ല, എനിക്ക് നിന്നെ വിശ്വാസമുണ്ട് എന്നതാണ്. കാരണം സ്നേഹം ഹൃദയത്തിൽ ജനിക്കുന്നു, പക്ഷേ വിശ്വാസമാണ് ഒരു ബന്ധത്തിന് ജീവിതകാലം മുഴുവൻ ശ്വാസം നൽകുന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ ബന്ധത്തിൽ സ്നേഹം മാത്രമല്ല വിശ്വാസം വളർത്തൂ. അപ്പോൾ ആ ബന്ധം കാലം എത്ര മാറിയാലും തകരില്ല. കാരണം വിശ്വാസം ഉറച്ചു നിൽക്കുന്നിടത്ത് ബന്ധങ്ങൾക്കും ഉറച്ച വേരുകൾ ഉണ്ടാകും. ഓക്കെ, ഇറ്റ്സ് മീ സമീറ, മൈൻഡ് മിറർ വിത്ത് സമീറ. നിങ്ങളുടെ മനസ്സിന്റെ കണ്ണാടിയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.